ആദ്യം എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത് എക്സ് ഈസ് ഈക്വൽ ടു 0, പിന്നെ വൈ ഈക്വൽ ടു എക്സ് അതെന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈന് എവിടെ കൂടെ പാസ്സാവുന്നത്? ഒറിജിനിൽ കൂടെ ഡയഗണലി ഇങ്ങനെ പോകുന്ന ലൈനാണ്. ഓക്കെ, പിന്നെ വൈ ഈക്വൽ ടു പൈ, അത് നമുക്ക് ഇവിടെ ആയിട്ട് ചുമ്മാ ഒരു ലൈൻ വരയ്ക്കാം. അപ്പം ഇതാണ് വൈ ഈക്വൽ ടു പൈ, ഇത് വൈ ഈക്വൽ ടു എക്സ്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്നാ? സൈൻ വൈ ബൈ വൈ. നിങ്ങൾ നോക്കിക്കേ, സൈൻ വൈ ബൈ വൈ ഇത് ഏത് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് എളുപ്പം? ഡി വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണോ എളുപ്പം, അതോ ഡി എക്സ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണോ എളുപ്പം? ഡി വൈ വെച്ചാണോ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം, അതോ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്യാനാണോ എളുപ്പം? ഏത് വെച്ച് ചെയ്താൽ നമുക്ക് എളുപ്പം ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഈ സൈൻ വൈ ബൈ വൈ എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. ചെയ്യാൻ പറ്റുമായിരിക്കും, ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കിത് കണ്ടപ്പം വൈ വെച്ച് ചെയ്യാനാണെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആ സൈനെയൊക്കെ മാറ്റി, കാരണം വൈയുടെ 2 ഫോമുണ്ട്, സൈൻ വൈ ഇൻറ്റു വൈ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതേണ്ടി വരും. ഏത്? y⁻⁻1 ഇൻറ്റു സൈൻ വൈ എന്നൊക്കെ എഴുതി. ഇപ്പോൾ ഇതുണ്ടോ, വൈയുടെ 2 ഫങ്ഷൻസ് വന്നു. വൈയുടെ സെയിം ഫങ്ഷൻ തന്നെ 2 ഇത് വന്നു. അപ്പോൾ എന്ത് പറ്റി? നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വൈ വെച്ച്. ഇതാണെങ്കിൽ നമ്മൾ ബൈ പാർട്സ് വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം വൈ വെച്ച് ചെയ്യുന്നില്ല, പകരം എക്സ് വെച്ച് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹൊറിസോണ്ടൽ വരയ്ക്കാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ വരച്ചു. എന്നിട്ട് ഈ ഹൊറിസോണ്ടൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് നോക്കുന്നത്? ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക്. അപ്പം എക്സിന്റെ ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? ഇവിടുത്തെ എക്സിന്റെ ഇക്വേഷൻ എന്നാ? ഇവിടുത്തെ എക്സിന്റെ ഇക്വേഷൻ വൈ ആക്സിസിൽ എക്സിന്റെ ഇക്വേഷൻ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു 0 ടു എങ്ങോട്ട് വരെ? ഈ ലൈൻ വരെ. ഇവിടുത്തെ എക്സിന്റെ ഇക്വേഷൻ എന്നാ? വൈ ഈക്വൽ ടു എക്സ് ആണ്. എക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ വൈ വരെ. അപ്പം എക്സ് വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെ? 0 ടു വൈ വരെ. അതേസമയം വൈ വേരി ചെയ്യുന്ന വൈയുടെ മാക്സിമം വാല്യൂ വൈ എവിടം തൊട്ട് എവിടം വരെ പോയിട്ടുണ്ട്? റീജിയൻ എവിടം തൊട്ട് എവിടം വരെ സ്റ്റാർട്ട് ചെയ്തത്? റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന 0,0, പിന്നെ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ π, ഈ പോയിന്റ് എന്ന് പറയുന്നത് 0,π. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ റീജിയൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്? വൈ ആക്സിസിൽ നിന്ന് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെ പോയിട്ടുണ്ട്? വൈ ആക്സിസ് വെച്ച് നോക്കുമ്പോൾ 0ൽ നിന്ന് π വരെ പോയിട്ടുണ്ടല്ലേ? അപ്പോൾ 0 ടു π വരെ. ഈ ലൈൻ ഏതാ? ഈ ലൈൻ എന്ന് വെച്ചാൽ വൈ ഈക്വൽ ടു പൈ അല്ലേ? ഞാനത് ചുമ്മാ വരച്ചത്, മീൻസ് പൈ എവിടെയാണെന്ന് കൃത്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനൊരു ഊഹത്തിന് വരച്ചത്. കാരണം നമുക്ക് ഒരു റീജിയൻ കിട്ടണം. ആ ലിമിറ്റ് കിട്ടാനായിട്ട് ഒരു റീജിയൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം കറക്റ്റ് ആക്യുറേറ്റ് ആവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ പൈ എന്ന് പറഞ്ഞ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് ഓരോ ലൈനും വരച്ചു. ആദ്യം വൈ ഈക്വൽ ടു എക്സ് വരച്ചു, പിന്നെ വൈ ഈക്വൽ ടു പൈ വരച്ചു, പിന്നെ വൈ ആക്സിസ് അത് ഓൾറെഡി ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ആ റീജിയൻ കിട്ടി. ഇതാണ് എൻ്റെ റീജിയൻ, ഈ ഇത്രയും ഭാഗം. ഇവിടം തൊട്ട് ഇവിടെ ഇങ്ങനെ തുടങ്ങി ഇവിടെ തൊട്ട് ഇവിടം വരെ ഇതാണ് എൻ്റെ റീജിയൻ. അപ്പം ഈ റീജിയൻ്റെ അകത്തുനിന്ന് ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പം ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നോക്കി. എനിക്ക് ഏത് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാമെന്ന് നോക്കി. അപ്പം ഞാൻ നോക്കിയപ്പം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യാനാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എക്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹൊറിസോണ്ടൽ സ്ലാബ് വരയ്ക്കണം. ഹൊറിസോണ്ടൽ സ്ലാബ് വരച്ചിട്ട് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പം എന്ത് ചെയ്തു? ഹൊറിസോണ്ടൽ സ്ലാബിൻ്റെ ഇവിടെ എക്സിൻ്റെ ലിമിറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ എക്സിൻ്റെ ഇക്വേഷൻ എന്നാ? എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. എന്നിട്ട് ഈ സ്ലാബ് എവിടെ ചെന്നാണ് മുട്ടിയിരിക്കുന്നത്? ഈ ലൈനിൽ. ഇവിടുത്തെ എക്സിൻ്റെ ഇക്വേഷൻ എന്നാ? എക്സ് ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണല്ലോ അവിടുത്തെ ഇക്വേഷൻ. അപ്പം അവിടെ വരുന്നത് വൈ എന്ന് നമ്മൾ എഴുതി. എക്സ് ഈസ് ഈക്വൽ ടു വൈയുടെ അവിടെ എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ അകത്തുനിന്ന് വൈ എടുത്ത് നമ്മൾ ഇവിടെ എഴുതി. അപ്പോൾ 0 ടു വൈ വരെയാണ് എക്സിൻ്റെ ലിമിറ്റ് വരുന്നത്.
പിന്നെ വൈയുടെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 to π വരെ. അപ്പോൾ നമുക്ക് 2 ലിമിറ്റും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ മറ്റേ വെർട്ടിക്കൽ സ്ലാബ് ഒക്കെ വരച്ച് വേണമെങ്കിൽ നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ വെർട്ടിക്കൽ സ്ലാബ് എടുക്കാഞ്ഞേ. അപ്പം ഞാൻ ആദ്യത്തെ ഇൻ്റഗ്രലിനകത്ത് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കാം. 0 to അല്ല അതെ എക്സിൻ്റെ അല്ലേ വൈയുടെ 0 to π. ഇനി എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to y വരെ. ഇനി എന്ത് കൊടുക്കാം, നമുക്ക് ഇത് കൊടുക്കാം, ഇക്വേഷൻ ഫങ്ഷൻ കൊടുക്കാം. sin y by y dx by dy. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും കോൺസ്റ്റൻ്റാണ്. അപ്പം ഇത്രയും സാധനം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഇത്രയും കോൺസ്റ്റൻറ്റിനെ ആദ്യം എഴുതി വയ്ക്കാം. എന്നിട്ട് എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും. കോൺസ്റ്റൻ്റ് അല്ലേ, വേറെ എക്സ് ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആ ടേം എക്സ് വിത്ത് റെസ്പെക്ട് ടു ആരാണോ ആ ടേം കിട്ടും. എന്നിട്ട് ലിമിറ്റ് കൊടുക്കാം 0 to y. എവിടം വരെ, 0 to y. എന്നിട്ട് dy ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π. നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, sin y by y ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ y കിട്ടും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 കിട്ടും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ ലോവർ ലിമിറ്റ് അല്ലേ, അപ്പോൾ y മൈനസ് 0 എന്ന് വരും. അപ്പോൾ എന്ത് വരും, y മൈനസ് 0 എന്ന് വരും. y മൈനസ് 0 എന്ന് വെച്ചാൽ എന്താണ്, y തന്നെ അല്ലേ. അപ്പോൾ ഞാൻ എന്തെടുത്തു, y എന്ന് കൊടുത്തു. എന്നിട്ട് dy എന്ന് കൊടുത്തു. ഈ വൈയും ക്യാൻസൽ ആവത്തില്ലേ, വൈയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ അവിടെ മിച്ചമുള്ള എന്താണ്, വൈയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി മിച്ചമുള്ള sin y അല്ലേ, sin y dy. എന്നിട്ട് sin yനെ എനിക്ക് സുഖമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ, sin yനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് cos y. ലിമിറ്റ് കൊടുക്കാം 0 to π. ഒന്നെങ്കിൽ ആ മൈനസ് നിങ്ങൾക്ക് അകത്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ പുറത്തിട്ട് ചെയ്യാം. അകത്തിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും മൈനസ് കൊടുക്കണം, കാരണം അവിടെ 0യാണ്. കോസ് 0 എന്ന് പറയുമ്പോൾ വാല്യൂ ഉണ്ട് അതിന്. അതുകൊണ്ട് ഞാൻ എന്തായാലും മൈനസ് പുറത്തേക്ക് ഇടുവാണ് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി. കോസ് y 0 to π. കാരണം അങ്ങനെ ഒരു മൈനസ് ആക്കുമ്പോൾ പുറത്തേക്ക് ഇടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും ആ മൈനസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മൈനസ് പുറത്തിടുക, അതാണ് എളുപ്പം. ഇനി ഈക്വൽ ടു എന്താവും, ഞാൻ അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് പുറത്തിട്ടു, മൈനസ് പുറത്തിട്ടുണ്ടായിരുന്നു, ആ മൈനസ് അതേപോലെ. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കോസ് പൈ, ആദ്യം കോസ് പൈ കൊടുത്തു. കോസ് പൈ മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ, ആ മൈനസ് കൊടുത്തു. എന്നിട്ട് കോസ് 0. ഇനി ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 ആണ്, കോസ് 0. അപ്പോൾ കോസ് പൈയുടെ വാല്യൂ എന്താണ്, കോസ് പൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 0 ആണ്. മൈനസ് കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. അല്ല, കോസ് പൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ -1 ആണ്. സോറി കോസ് പൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1 -2 ആവും. സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ആവും. ഓപ്പോസിറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് കാണണം, സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യണം. അപ്പം ഇവിടെ ഞാൻ -2 എന്നാണ്. അപ്പോൾ എന്താവും, മൈനസും ക്യാൻസൽ ആയി, മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ എനിക്ക് ആൻസർ 2 എന്ന് കിട്ടും അല്ലേ. യെസ്, അപ്പം 2 ആണ് എൻ്റെ ആൻസർ. അപ്പം നമുക്ക് ഒരു ജനറൽ റീജിയൻ തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ബാക്കി ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിലൊക്കെ നോക്കി ചെയ്യാം, ഇല്ലെങ്കിൽ ബുക്കിൽ അല്ലാണ്ട് കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ ഏരിയയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ